ഇന്നത്തെ ഇന്ത്യയുടെ കളി കണ്ട് ക്രിക്കറ്റ് ലോകം മൊത്തം ഞെട്ടിയിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു ഇന്ത്യൻ ടീമിനെ എല്ലാവർക്കും പേടിയാണ്. ഓസീസിനെ പോലും ഇന്ത്യ മറികടന്ന് ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരിക്കലും ഇന്ത്യ കടങ്ങൾ ബാക്കി വയ്ക്കാറില്ല. വേൾഡ് കപ്പിൽ ഓസീസ് ഇന്ത്യയെ തോൽപ്പിച്ചു. അതിന് പ്രതികാരം ഇന്ത്യ സെമിയിലാണ് തീർത്തിരിക്കുന്നത്. ഇനി ഇന്ത്യക്ക് നെഞ്ചുവിരിച്ച് ഫൈനലിലേക്ക് കടക്കാം. ഇപ്പോഴത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പ്രതീക്ഷയുണ്ട്. ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ തന്നെ കൊണ്ടുപോകും. അവരുടെ കളിരീതി നോക്കൂ. ഏതൊരു തോൽക്കേണ്ട മത്സരം പോലും അവർ ഈസി ആയിട്ടാണ് വിജയിച്ചെടുക്കുന്നത്. ഓസ്ട്രേലിയ ഇങ്ങനെ നാണം കെടുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇന്ത്യക്ക് മുന്നിൽ ഒരു ടീമിനും ജയിക്കാൻ സാധിക്കില്ല. ഇന്ത്യ തന്നെയാണ് നമ്പർ 1 ടീം. ഓസ്ട്രേലിയ കുറച്ചും കൂടി നന്നായി കളിച്ചുവെങ്കിൽ അവർക്കിന്ന് ജയിക്കാമായിരുന്നു. ഇന്ത്യക്ക് മുന്നിൽ ഇങ്ങനെ മുട്ടുമടക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇന്നത്തെ ഇന്ത്യയുടെ ബൗളിംഗ് ആണ് മികച്ചു നിന്നത്. ഏതൊരു ടീമിനെയും ഇന്ത്യ വട്ടം കറക്കുകയാണ്. അവരുടെ ബൗളിങ്ങിന് മുന്നിൽ ഒരു ടീമിനും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഫൈനലിലെത്തിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യ അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി കിട്ടുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. ധോണിക്ക് ശേഷം ആ ഒരു കിരീടം രോഹിത് ശർമ്മ ഇന്ത്യക്ക് നേടിത്തരും. ഇത്രയും അധികം ടീമിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തുന്നത്. തോൽവി എന്താണെന്ന് ഇന്ത്യ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫൈനലിൽ 90% ചാൻസ് ഇന്ത്യക്ക് തന്നെയാണ്. ഇനി ഏത് ടീം വന്നാലും ഇന്ത്യക്ക് പേടിക്കാനില്ല. ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യക്ക് ഒരു എതിരാളി പോലും അല്ലായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ആണ്. കോഹ്ലി മധ്യനിരയിൽ മികച്ച കളി പുറത്തെടുത്തതുകൊണ്ടാണ് ഇന്ത്യ ഇന്ന് കളി ജയിച്ചത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ കളി ഇന്ത്യയുടെ കൈവിട്ടുപോയേനെ. പാകിസ്ഥാനെതിരെയും കോഹ്ലി ഇതേ കളി ആവർത്തിച്ചിരുന്നു. ഇനി ഫൈനലിലും കോഹ്ലി ഇങ്ങനെ കളിച്ചാൽ ഉറപ്പായിട്ടും ഈ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം.